അപ്പോൾ ചേട്ടൻ 5 പശുക്കളെ കൊണ്ട് വരുന്നുണ്ട്. ഒരു പശു ദേ നിൽക്കണു, പിന്നെ ദേ അടുത്തത് വരുന്നുണ്ട്, പിന്നെ ദേ കാണുന്നതാണ് ആദ്യം ഇവിടെ ഉണ്ടായ അമ്മയുടെ മോളാണത്. അപ്പോൾ അവരുടെ തൊഴുത്തിൽ അവരോരോ സീറ്റിൽ പോയി നിന്നോളും. അവരുടെ സീറ്റിൽ അവർ പോയി നിന്നോളും. അപ്പോൾ എല്ലാം സീറ്റിൽ കറക്റ്റായിട്ട് ഒരാവശ്യമില്ല, എല്ലാവരും അവരവരുടെ സ്പോട്ടിൽ കറക്റ്റായിട്ട് കയറി. കോഴി മാത്രമല്ല, താറാവും കൂടി ഉണ്ട്. അതിപ്പോൾ 5 ഉള്ളൂ. നമ്മളിന്ന് കാണാൻ പോകുന്ന പശുവും പോത്തും താറാവും കോഴിയും മറ്റു കൃഷിയുമുള്ള ജോർജേട്ടനെ ആട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് മഞ്ഞപ്പുറ ആക്കുന്ന അമ്പലത്തിന്റെ അടുത്താണ്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളായിട്ട് നമ്മളിത് കാണാൻ പോകുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാട്ടെ ജോർജേട്ടൻ. ചേട്ടൻ നമസ്കാരം. അപ്പൊ ചേട്ടന് പശു വളർത്തൽ മാത്രമാണോ ഉള്ളത്? അല്ല, പശുവുണ്ട്, പോത്തുണ്ട്, പിന്നെ അതിന് സൈഡായിട്ട് കോഴികളുണ്ട്, പിന്നെ താറാവുണ്ട്. നമ്മുടെ വീട്ടാവശ്യം താറാവ് മുട്ട. ഞാനിപ്പോൾ ഒരു 10-18 വർഷമായി. അതെ, പാരമ്പര്യമായിട്ട് കാരണവന്മാരായിട്ട് നടക്കണ ടീമാണ്. അല്ല, മെയിനായിട്ട് പോത്തുമുണ്ട്, പശുവുണ്ട്. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിൻ്റെ തീറ്റയിൽ നിന്ന് നമുക്ക് പോത്തിനെ സംരക്ഷിക്കാനുള്ള ഇത് കിട്ടും. അപ്പം നമുക്ക് വേറെ പണിക്ക് പോകണ്ട. പശു ഉള്ളപ്പോൾ തന്നെ പോത്തുമുണ്ട്. അതിപ്പോൾ രാവിലെ കൊണ്ടുപോകുമ്പോൾ പശുക്കൾ പാടത്തേക്ക്, അപ്പോൾ ഉച്ചയാകുമ്പോൾ കറക്കാൻ നേരമാകുമ്പോൾ കയറ്റി കൊണ്ടുവരും. അപ്പോൾ എപ്പോഴാണ് തുടങ്ങണത് നമ്മുടെ പശുക്കളുടെ കാര്യങ്ങളൊക്കെ? അത് രാവിലെ 4 മണിക്ക് തുടങ്ങിയ 7 മണിയാകുമ്പോഴേക്കും 7 മണിയാകുമ്പോഴേക്കും വീടുകളിലെ പാലൊക്കെ എത്തിച്ച് രാവിലെ പാടത്തേക്ക് കൊണ്ടുപോകും. കൂടുതൽ വീടുകളിലാണോ കൊടുക്കണേ? അതെ, വീടുകളിലാണ്. തുടക്കം എത്ര പശുവിനാ തുടങ്ങിയപ്പോൾ? പശു നമ്മൾ തുടങ്ങിയത് ഒരു പശുവിൽ നിന്ന് തുടങ്ങിയതാണ്. ഒരു പശുവിൽ തുടങ്ങി. ഇപ്പം നമുക്ക് 5 പശുവുണ്ട്. 5 പശുവുണ്ട്. എങ്ങനെയാ, കിടാവിൽ നിന്നായിരുന്നു? അതെ, പശുവിൽ നിന്ന് നല്ല കിടാവ് കിട്ടുമ്പോൾ അതിനെ നിർത്തി ചന പിടിപ്പിച്ച് നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. തീറ്റ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കണില്ല. അതായത് നമ്മൾ തിരി, അവൽത്തവിട്, പിന്നെ അതിൻ്റെ സൈഡിൽ ഇത്തിരി കപ്പപ്പൊടി കപ്പപ്പൊടി കൊടുത്ത പാല് നമ്മൾ മറ്റുള്ള അസുഖങ്ങൾ കുറയും. ലിവർ കംപ്ലൈൻറ്റിന് നല്ലതാണ് കപ്പപ്പൊടി. ലിവർ കംപ്ലൈൻറ്റ്, പശുവിന് ലിവർ കംപ്ലൈൻറ്റിന് നല്ലതാണ്. അദ്ദേഹം തുടക്കം തുടങ്ങി കൊടുക്കും. അത് 10 ലിറ്റർ, 12 ലിറ്റർ, 9 ലിറ്റർ അങ്ങനെ പോയി. പുല്ല് തിന്ന ആവശ്യത്തിന് ഇഷ്ടം പോലെ പുല്ല് തിന്നും. അവരുടെ ഇഷ്ടത്തിന് പുല്ല് തിന്ന് അവർ കിടന്ന് എക്കരയ്ക്കണം. പാടത്ത് കൊണ്ട് കെട്ടി പിന്നെ ഒരു 10-15 മണിയാകുമ്പോൾ തണലിൽ കെട്ടും. അതായത് 5 ലിറ്റർ പശുവിന് ഏതാണ്ട് ഒരു 40-45 ലിറ്റർ പാല് കിട്ടും. രണ്ടുപേരും കൂടി. അത് വീടുകളിൽ ചായക്കടയിലും ആയിട്ട് പോകും. അത് വൈഫ് കുപ്പി കഴുകി എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുകൊടുത്ത് പാല് കൊണ്ടുകൊടുക്കും. മാസം കാശ് കിട്ടും. ഫാമിലി ഒരുമിച്ച്. ഒറ്റയ്ക്ക് നടക്കൂല. പശുവും പോത്തും അതുപോലെ തന്നെ കോഴിയും കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ട് അത് പശുവിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി സഹായിക്കും. പോത്തിന്റെ കാര്യങ്ങൾ നമ്മൾ മാത്രം. പിന്നെ പയ്യൻ കൂടെ വരും, ഒന്നും മാറ്റി കെട്ടാനും ഇടയ്ക്ക് ഞാനില്ലപ്പോ പയ്യൻ കൂടെ വരും. അപ്പൊ ചേട്ടൻ ഇപ്പൊ പോത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എത്ര പോത്ത് നിന്നാണ് തുടങ്ങിയത്? അത് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് 2 പോത്തിൽ നിന്ന്. എത്ര വയസ്സുള്ള? അത് നമ്മൾ ഒരു 1.5 വയസ്സ്, 2 വയസ്സിന് താഴെ ഉള്ള പോത്തുകളെ മേടിക്കുള്ളൂ. ഇപ്പൊ എത്ര പോത്തുകളുണ്ട്? ഇപ്പൊ നമുക്ക് നിലവിൽ ഒരു 15 പോത്തുണ്ട്. 15 പോത്ത്. എത്ര പോത്തുകൾ നമ്മൾ എടുക്കണം ആദ്യം? അല്ല, നമ്മൾ മുന്നേ പോയപ്പോൾ 2 പോത്ത് വെച്ചാണ് എടുക്കാറുള്ളത്. പിന്നെ അതിൻ്റെ ലാഭത് ഇത് കണ്ട് പിന്നെ ഞാൻ അത് എണ്ണം കൂട്ടി തുടങ്ങി. പിന്നെ 15 വരെ ഇപ്പം ഉണ്ട്. 15 വരെ. അപ്പൊ എങ്ങനെയാണ്, കൈത്തീറ്റയാണോ അതോ എങ്ങനെയാണ്? അത് നമ്മൾ കൈത്തീറ്റ കൊടുക്കാണ്ട് എന്തായാലും രക്ഷപ്പെടൂല. ഒരു കുറച്ച് ഏതാണ്ട് ഒരു ഡെയിലി കൊടുക്കുകയാണെങ്കിൽ 2 കിലോ തീറ്റ വെച്ച് ഡെയിലി കൊടുക്കണം. 2 കിലോ എന്താ കൊടുക്കണേ? അത് ഈ പറയുന്ന പശുവിന് കൊടുക്കും പോലെ തന്നെ കപ്പപ്പൊടി, കപ്പലണ്ടി, പിന്നെ അവൽത്തവിട്. അത് മുറയുണ്ട്, നാടൻ ടൈപ്പ് ഉണ്ട്, പിന്നെ മറ്റേ മുറയാണ് കൂടുതലും. കൈത്തിന് കൊടുക്കാണ്ട് നന്നാവും. അത് നമ്മൾ പാലക്കാട് കൊള്ളമണ്ണം എന്ന് പറഞ്ഞ മാർക്കറ്റിൽ പോയി ഞങ്ങൾ നേരിട്ട് പോകും. ഞങ്ങൾക്ക് വണ്ടിയുണ്ട്, വണ്ടി കൊണ്ട് നേരിട്ട് പോയി മാർക്കറ്റിൽ നിന്ന് നല്ലിടും. അത് ഒരു വയസ്സുള്ളതിന് ഒരു 17 രൂപ, 18 രൂപ വരും. 2 വയസ്സിന് മുകളിലുള്ളതിന് ഒരു 20-24 രൂപ
വില വരും. വില തോന്നും. അപ്പോൾ എങ്ങനെയാണ് സീസൺ അനുസരിച്ചാണ് നമ്മൾ നിങ്ങളെ വിൽക്കണേ? അത് ഞങ്ങൾ പെരുന്നാളുകൾ വരുമ്പോഴാണ് കൂടുതലും കൊടുക്കാറുള്ളത്. അതായത് മുസ്ലിംമാരുടെ പെരുന്നാളിന് വരുമ്പോൾ അവരിവിടെ വരും. അപ്പോൾ നമ്മൾ നല്ല വില കിട്ടുമ്പോൾ അവർക്ക് കൊടുക്കും. ഈ കാണുന്ന പാടത്താണ് പശുക്കളുള്ളത്. അതിനിപ്പോൾ അഴിച്ചു വിടാൻ പോകട്ടോ. അപ്പോൾ ചേട്ടൻ 5 പശുക്കളെ കൊണ്ട് വരുന്നുണ്ട്. ഒരു പശു ദേ നിൽക്കണു, പിന്നെ ദേ അടുത്തത് വരുന്നുണ്ട്, പിന്നെ ദേ കാണുന്നതാണ് ആദ്യം ഇവിടെ ഉണ്ടായ അമ്മയുടെ മോളാണത്. ഇത് ഗിറിൻ്റെ ക്രോസ് ആണ്. ഇതിൽ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ. അതെ, ഈ ബാക്കിൽ വരുന്ന പശു വാങ്ങിച്ചാണോ അതോ ഇവിടെ ഉണ്ടായതാണ്? അല്ല, അത് എൻ്റെ അടുത്ത് ഉണ്ടായത്, എൻ്റെ വീട്ടിലുണ്ടായി പോയി. എത്ര ലിറ്റർ പാലുണ്ട് അപ്പോൾ അതിന്? അത് ഇതിനിപ്പോൾ ഒരു 8 ലിറ്റർ പാൽ ഇപ്പം ഉണ്ട്. എത്രാമത്തെ പ്രസവം ചേട്ടാ? ഇതിപ്പോൾ ഒരു രണ്ടാമത്താണ്. അപ്പോൾ കുട്ടി അതിൻ്റെയൊക്കെ ഇതിൻ്റെ കുട്ടികളെ പൈക്കിടാക്കളെ നിർത്തും. ഒരു കുട്ടികളൊക്കെ കൊടുക്കും. അതിൻ്റെ ഫ്രണ്ടിൽ പോണത് അത് ഇവിടെ ഉണ്ടായി. ഇപ്പോൾ അത് ആദ്യത്തെ ചനിയാണ് അവൾ. 8 മാസം ചനിയായി അവൾ. അതിന് ഏറ്റവും ഫ്രണ്ടിൽ ഒരു ജേഴ്സി പോണത് അത് വാങ്ങിച്ച പയ്യാണ്. അപ്പോൾ എത്ര ലിറ്റർ പാലുണ്ട്? അതൊരു 10 ലിറ്റർ പാല്. എത്രാമത്തെ പ്രസവമാണ്? അവള് രണ്ടാമത്തെ പ്രസവമാണ്. അപ്പോൾ നടുക്കൊരു ഗിറിന്റെ ആ ഗിർ അത് ഇവിടെ എനിക്ക് പെറ്റുണ്ടായതാണ്. അപ്പോൾ അതിന് തൊഴിൽ അങ്ങനെ വല്ലതും ഇല്ല, അത് നല്ല ഒരു പാവം പയ്യ. സാധാരണ പയ്യ തൊഴിയൊന്നുമില്ല. ഇത് അപ്പോൾ അതിന്റെ അമ്മ എന്ത് ചെയ്യും? അതിന്റെ അമ്മേനെ ചെന പിടിക്കാത്തപ്പോൾ കൊടുത്തു. അവള് ഒരു 12 ലിറ്റർ പാല് ആ പയ്യുണ്ട് ഗീർ. അവള് ഇപ്പോൾ 3ാമത്തെ കുത്തി വെച്ചിട്ടില്ല. അവള് പറ്റിയിട്ട് ഒരു 3 മാസമായിട്ടുള്ളൂ. അല്ല, ഞാൻ ഒരു 1:30 മണിക്ക് പശുവിനെ അയച്ച് തൊഴുത്തി കയറ്റും. 2:30 മണിക്ക് പശു. അപ്പോൾ അവരുടെ തൊഴുത്തിൽ അവരോരോ സീറ്റിൽ പോയി നിന്നോളും. അവരുടെ സീറ്റിൽ അവർ പോയി നിന്നോളും. അപ്പോൾ എല്ലാം സീറ്റിൽ കറക്റ്റായിട്ട് ഒരാവശ്യമില്ല. എല്ലാവരും അവരവരുടെ സ്പോട്ടിൽ കറക്റ്റായിട്ട് കയറി. ഇനിയിപ്പോൾ അവളുടെ സ്പോട്ടിൽ പോരും. കൃത്യമാണ് നോക്കണം. അവർക്ക് ഓരോരോ സ്ഥാനം അവരവർ അറേഞ്ച് ചെയ്യാം. എല്ലാ സ്ഥാനത്തും കറക്റ്റായി അവരെല്ലാം കറക്റ്റ് നേരത്തിന്. ആ വെള്ളം ഞാൻ വട്ടകയിൽ വെച്ച് കൊടുക്കും. വെള്ളമാണ് മെയിൻ. പുല്ലും വെള്ളമാണ് ഏറ്റവും ആവശ്യം. പിന്നെ ഫാനിട്ടുണ്ട്. ഫാനിട്ടുണ്ട്, മാറ്റുണ്ട്, ചെയ്തോളണം. മാറ്റ് വേണം, ഫാനും വേണം. അതായത് വേനൽ വന്നാൽ ഭയങ്കര ചൂടാണ്. ഈ തൊഴുത്ത് 18 ഇപ്പം ഞാൻ പുതുക്കി പണിതാ തൊഴുത്ത്. രണ്ടാമത് പുതുക്കി പണിതാ. പഴയ തൊഴുത്ത് പോയി. വളരെ ചെറിയ സ്ഥലത്തുണ്ട്. ഇത്രയും 5 പശുക്കൾ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കോഴീനെ വളർത്തുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ള പക്ഷികളുണ്ട്. പിന്നെ പോത്തുകളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല, പാടത്തേന് കൊണ്ടുവരാറില്ല. അതിനുള്ള സ്ഥലമില്ല. അത് പാടത്തേനെ ഇട്ട് വെക്കുള്ളൂ. തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ വൈക്കോല് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടും. പിന്നെ പുറത്തേക്ക് കൊണ്ടുപോകില്ല. വൈക്കോല് സ്വന്തം, നമ്മുടെ കൃഷിയുടെ സ്വന്തം വൈക്കോല്. നെൽകൃഷി പാട്ടത്തിന് ചെയ്യും. വൈക്കോലിന് വേണ്ടി മാത്രം. വൈക്കോല് കാശ് കൊടുത്ത് തുടങ്ങി ഭയങ്കര വിലയുള്ളൂ. അപ്പോൾ അതിൻ്റെ അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ലാഭമുള്ളൂ. അല്ലാണ്ട് നമ്മൾ കാശ് കൊടുത്ത് പരമാവധി തീറ്റ മേടിക്കുമ്പോൾ ഒന്നും കിട്ടില്ല, മുതലാവില്ല. പശുവളത്തിൽ വീടുകളിൽ പാല് കൊടുക്കണം. പിന്നെ തീറ്റ ആവുന്നത് നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കാതെ പരമാവധി നോക്കണം. വൈക്കോല്, പുല്ല് അതൊക്കെ കൊടുത്താലാണ് നമുക്ക് കാശ് കുറവ് കിട്ടുള്ളൂ. അപ്പോൾ തിരി കുറച്ച് കൊടുത്താൽ മതി. കൊടുക്കുന്നുള്ളൂ. 2 കിലോ 4 കിലോ തിരി കൊടുക്കുള്ളൂ. ഇവക്ക് 10 കിലോ പാല്, ഇവള് 10-12 കിലോ പാല് കിട്ടും. ഗീറാണെങ്കിലും ഒരു ശല്യം ഒന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും അവളെ കറക്കുകയോ കുളിപ്പിക്കുകയോ. അല്ലല്ല, ഒക്കെ ഒരേ മീനിക്ക് കൊടുക്കുള്ളൂ. അത് കുറയ്ക്കില്ല. കുറച്ച് കഴിഞ്ഞാലും നമുക്ക് അവർ വഴുക്കണം. എല്ലാവർക്കും ഒരേ പാത്രം തീറ്റ, ഒരേ പാത്രം. സ്വന്തം കറവ, സ്വന്തം പാല് കൊണ്ട് കൊടുക്കും. ആരും ആളെ നിർത്തൂല. ഞാൻ എൻ്റെ വൈഫും കൂടി ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര ഉണ്ടാക്കിയത്. പശുവിൽ കൃഷിയിൽ നിന്നുണ്ടാക്കിയത്. കൃഷി വളർത്തുന്നത് എനിക്ക് വേറെ പരിപാടിയല്ല. കൃഷി, വാഴയുണ്ട്, കൊള്ളിയുണ്ട്, പിന്നെ പോത്ത്, എല്ലാം കൂടി
കൂടുതൽ ഇവരിൽ നിന്ന് തുടക്കം. അപ്പൊ ഇവിടെ ചേട്ടന്റെ കൂടെ ചേച്ചിയും കൂടെ കൂടി കോഴികൾ വളർത്തുന്നുണ്ട്. ഇതാണ് നെല്ലാണ് ഇപ്പൊ ഇട്ട് കൊടുക്കണേ. ഇപ്പൊ തീറ്റ സമയമാണ്, എല്ലാവരും ഒരുമിച്ച് വരുന്നുണ്ട്. ചേച്ചി പേരൊന്ന് പറയോ? ചേച്ചി പേര് പറയാവോ? ആൻസി. അപ്പൊ ചേട്ടന്റെ കൂടെ ഈ കോഴി വളർത്തലും ആട് വളർത്തലും കൂടെ സഹായിക്കുന്നു. ഓക്കെ. ഇതിപ്പോ നാടൻ കോഴികളല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുട്ടയ്ക്കാണോ അതോ പുറത്ത് കൊടുക്കണുണ്ടോ? ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രമായിട്ട്. ഇവിടെ ചേച്ചി നെല്ല് കൊടുക്കുന്നുണ്ട്. ഇത് പുറത്തുനിന്നാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്? നമ്മുടെ കൃഷി തന്നെയുണ്ട്. കോഴി മാത്രമല്ല, താറാവും കൂടി ഉണ്ട്. അതിപ്പോ എത്ര തരത്തിലാണ്? അതിപ്പോ 5 ഉള്ളൂ. അരി കൊടുക്കും, പിന്നെ തീറ്റ കുഴച്ച് കൊടുക്കാറുണ്ട്. ഇതിപ്പോ നെല്ല് അത് ഇട്ട് കൊടുക്കും. ഇടയ്ക്ക് നെല്ല് കൊടുത്താല് മുട്ടയ്ക്കൊക്കെ അത് പറയാൻ പറ്റില്ല. കോഴികളെ കൊടുക്കാറുണ്ട്. ആവശ്യക്കാർ വന്നാ കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത് ജോർജേട്ടന്റെ പശു വളർത്തലും പോത്ത് വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പിയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.